നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒളിമ്പിക്സ് മെഡലുമായിട്ട് തലസ്ഥാനത്തേക്ക് എത്തിയ ഹോക്കി താരം PR ശ്രീജേഷിനും കുടുംബത്തിനും സർക്കാർ തലത്തിലൊരു സൽക്കാരം നൽകുവാൻ, അവർക്കൊരു സ്വീകരണം നൽകുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ മന്ത്രിമാർ തമ്മിലുള്ള തർക്കം മൂലം ആ ഒരു സ്വീകരണ പരിപാടി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ശ്രീജേഷിന് കൊടുക്കുവാൻ തീരുമാനിച്ച 5 ലക്ഷം രൂപ ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തോട് ശ്രീജേഷ് പ്രതികരിച്ചിരിക്കുന്നത് എനിക്ക് പരാതിയില്ല, കൂടുതലൊന്നും അറിയില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി, അതൊരു സാധാരണ വ്യക്തിയായിട്ട് നമ്മൾ അതിനെ പരിമിതപ്പെടുത്തേണ്ട, രാജ്യത്തിന് സംഭാവന നൽകിയ, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് വളരെ സ്വീകാര്യനായി മാറിയിരിക്കുന്ന ശ്രീജേഷിനെ പോലെ ഒരാളെ അപമാനിക്കുന്നതിന് തുല്യമായി അത് മാറിയില്ലേ? ഒരു സ്വീകരണം നൽകുവാൻ തീരുമാനിച്ചിട്ട് അത് നടത്താൻ കഴിയാതിരിക്കുക, എല്ലാവരും കേൾക്കെ സഹായധനം വിളിച്ചു പറഞ്ഞിട്ട് അത് കൃത്യമായി കൊടുക്കാതിരിക്കുക, ഇതൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടല്ലല്ലോ. എന്നാൽ അത് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതെത്രയും വേഗം കൊടുക്കണം. മാന്യമായ ഒരു സ്വീകരണവും കൊടുക്കാമെന്ന് പറഞ്ഞ തുകയും ഒക്കെ കൊടുക്കുവാനായിട്ട് എത്രയും പെട്ടെന്ന് സാധിക്കണം. അതിന് വേണ്ട നടപടികൾ അധികം താമസിയാതെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റ് പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കായിക മേഖലയിൽ കഷ്ടപ്പെടുന്ന ഒത്തിരി താരങ്ങളുണ്ട്. പ്രത്യേകിച്ച് അതിൽ മെഡൽ ജേതാക്കളായിട്ടൊക്കെ വരുന്നവരെ വേണ്ട രീതിയിൽ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും അവരെ സ്വീകരിക്കുവാനും ഒക്കെ ബന്ധപ്പെട്ട സർക്കാരുകളും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ അനിവാര്യതയെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇത്തരം വീഴ്ചകൾ. അത്തരത്തിലുള്ള വീഴ്ചകളിൽ നിന്നും കരകയറാൻ എത്രയും വേഗം ആ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുവാനും ബന്ധപ്പെട്ടവർക്ക് കഴിയട്ടെ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഈ വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നന്ദി, നമസ്കാരം.